ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ സംസ്ഥാന ജില്ലയിൽ പോവാണ് കേട്ടോ. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടകത്തിന് ജില്ലയിൽ പോവാണ്. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് ബാക്ക് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡബിൾ മുണ്ട്, 2 സിംഗിൾ മുണ്ട്, പിന്നെ കുറേ ഷാളുകൾ. കാരണം പല പല ഇതൊക്കെ ആയിട്ട് നമ്മൾ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ ഷാളുകളൊക്കെ വേണം. അപ്പം നമുക്ക് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കാം. കുറേ സാധനങ്ങളുണ്ട് പാക്ക് ചെയ്യാനായിട്ട്. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തളർക്കണം. അത്രയും ഉണ്ട് സാധനങ്ങൾ പാക്ക് ചെയ്ത് വയ്ക്കാനായിട്ട്. ഇതൊക്കെ നല്ല മടിയുള്ള പണിയാണ്. എങ്കിലും ചെയ്തല്ലേ പറ്റുമോ, നമുക്കെല്ലാം ചെയ്യാം. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ഓരോരോ തുണികളായിട്ട് മടക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഇത് നിങ്ങൾ ഉടുപ്പൊന്നും കണ്ട് പേടിക്കുന്നത് കണ്ട, കാരണം ഇതെൻ്റെ വീട്ടിലിടുന്ന ഉടുപ്പാണ്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ എല്ലാം കുത്തിരുന്ന് മടക്കാറുണ്ട്. എനിക്കാണ് മടക്കാൻ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം ധൃതി പിടിച്ചിട്ടാണ് ഞാൻ മടക്കിയത്. ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നിട്ട്. പിന്നെ ഞാൻ എല്ലാം കുത്തിരുന്ന് അങ്ങ് മടക്കി. കുറേ ഷാളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മടക്കാനായിട്ട്. ഇപ്പം തന്നെ 2 മടക്കി. കുറേ ഷാളുണ്ടായിരുന്നു മടക്കാൻ. അത് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാണ്ടും ഞാൻ വേറെ 2 ഷാൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. 2 ഷാൾ പിന്നെയും വേറെ എക്സ്ട്രാ എടുത്തിട്ട് ഞാൻ അതും കൂടെ മടക്കിയാണത് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ട കുറേ ഷാളുണ്ട്. പലതും പല പല കളറുകൾ തന്നെ വേണം നിർബന്ധമായിരുന്നതുകൊണ്ട് പല പല കളറുകൾ എടുത്തു. പിന്നെ മുണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ കുത്തിരുന്ന് മടക്കി കേട്ടോ. ഇപ്പം തന്നെ ഉണ്ട് ഇത്ര ഷാളുണ്ട്. പിന്നെ എനിക്ക് സ്കൂളിൽ നോർമലി കൊണ്ടുപോകുന്ന ബാഗ് എനിക്ക് ഇത് നിറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ആ ബാഗൊന്നും എടുക്കാൻ നിന്നില്ല. അപ്പം നാളെയാണ് കേട്ടോ ഞങ്ങളുടെ ജില്ലാ കലോത്സവം. ഉപജില്ലാ കലോത്സവത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. എടുത്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. പക്ഷേ ഇത് എഡിറ്റ് ചെയ്യാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് പിന്നെ എഡിറ്റ് ചെയ്തു. അപ്പോൾ അത് ഞങ്ങൾ ഉപജില്ലാ കലോത്സവത്തിന് പോയി ഫസ്റ്റ് കിട്ടി. ഇപ്പോൾ അത് ജില്ലയിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനാണ്. നാളെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം നാളെ ട്രെയിനിനാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ട്രെയിനിന് 9 മണിക്ക് എന്തോ ഇവിടുന്ന് ഞങ്ങൾ പോകുക. വന്നിട്ട് അവിടെ എത്തും. ആലപ്പുഴയാണ് കേട്ടോ നമ്മുടെ ജില്ല വന്നിട്ടുള്ളത്. പിന്നെ കുറേ മുണ്ടുണ്ട്. 2 ഡബിൾ മുണ്ടും 2 സിംഗിൾ മുണ്ടും എൻ്റെ മേത്ത് ചുറ്റാൻ വേണ്ടിയിട്ടൊക്കെ വേണം. ഇതെല്ലാം എനിക്ക് ഒരൊറ്റൊരാൾക്ക് വേണ്ട ഉടുപ്പാണ് ഇതെല്ലാം. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് മടക്കി നല്ല സെറ്റാക്കി വെച്ചു. പക്ഷേ ഈ മുണ്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു മടക്കാൻ. പിന്നെ തേച്ച് വലിയ ചുളുക്കൊന്നും ഇല്ലാത്ത മുണ്ടായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഭയങ്കര വലിയ ബാഗിലാണ് കേട്ടോ. വലിയ ബാഗല്ല, ഈ ഒരു ബാഗ്. ഈ ബാഗിനകത്താണ് ഞാൻ എല്ലാം കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വേറെ എക്സ്ട്രാ ഷാൾ എടുത്തുനിന്ന്. ആദ്യം വെച്ച പിങ്കും ഒരു മെറൂൺ കളറുമാണ് കേട്ടോ ഞാൻ എക്സ്ട്രാ എടുത്ത ഷാൾ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ എല്ലാം കുത്തിക്കയറ്റി. ഞാൻ 3 അടുപ്പിച്ചെടുത്ത് കയറ്റിയപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ തിങ്ങി നിൽക്കണമല്ലോ നീ. അപ്പം ഞാൻ വീണ്ടും അതെടുത്ത് മാറ്റിയിട്ട് പിങ്കൊന്നും എടുത്ത് മാറ്റാണ്ട് ബാക്കിയെല്ലാം ഞാൻ കുത്തിക്കയറ്റി എല്ലാം വെച്ചു. അങ്ങനെ വെച്ച് കഴിയാണ്ട് കുറേ സമയം എടുത്തില്ല. കാരണം ഞാൻ വീണ്ടും ഇങ്ങനെ എടുത്ത് മാറ്റി സംതൃപ്തി വരാണ്ടാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ എല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ ഈ ഷാള് ഈ ഒരു കള്ളിയിൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കള്ളിയിൽ ഞാൻ മുണ്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് 2 സിംഗിൾ മുണ്ടാണ് കേട്ടോ. ഇത് തലക്കെട്ടാനും അരക്കെട്ടാനും വേണ്ടിയിട്ട്. പിന്നെ 2 ഡബിൾ മുണ്ടുണ്ട്. ആ 2 ഡബിൾ മുണ്ട് ഞാൻ അവിടെ അമ്മയ്ക്ക് തേക്കാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സ്കിൻ കളർ 2 ടോപ്പും ഞാൻ അവിടെ തേക്കാൻ വേണ്ടി എടുത്ത് വെച്ചു. അങ്ങനെ ഈ ബാഗ്